എനിക്ക് സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു വലിയ ഫാനാണ് ഞാനിപ്പോ വർഷങ്ങളായിട്ട് കാണുന്ന ലാലേട്ടനെ എല്ലാ ആഴ്ചയും കാണാൻ പറ്റുന്നതിന് ഒരു വലിയ ഭാഗ്യം. പിന്നെ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റുന്നത് ഞാനൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്, ലാലേട്ടന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഇനിയും ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ ഉണ്ടായപ്പോൾ എനിക്കുള്ള ഒരു ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാല് ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എന്തെങ്കിലും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അതിനനുസരിച്ച് ബിഗ് ബോസ് പറയുന്ന പോലെ തന്നെ കുറെ ടാസ്കുകളിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, സൈസ് കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്, എന്റെ ടാറ്റൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇപ്പൊ ആൾക്കാർക്ക് അറിയാം, അയ്യോ ഈസ് ലൈക്ക് വൺ ഓഫ് അസ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ പോലെ തന്നെയാണ്. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചെന്ന് ലാലേട്ടൻ പറഞ്ഞില്ലേ, ആ രാജ്യങ്ങളെല്ലാം കണ്ടിട്ടും ഈ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എനിക്ക് വേണ്ട ഒരു ഇതെന്ന് പറയാം, എന്നോട് എല്ലാവരും പറയും ഐ ലൈക്ക് യുവർ സ്വാഗ്, ഐ ലൈക്ക് യുവർ വൈബ് എന്ന് പറയും. ഈ വൈബ് അല്ലെങ്കിൽ ഈ സ്വാഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലെ ആൾക്കാർക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഒന്നെങ്കിൽ വല്ല ഫ്രീക്കനായിരിക്കും, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ആൾക്കാരായിരിക്കും. പക്ഷെ ഇത്തിരി വിവരമുള്ള ആൾക്കാരും അവിടെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഷ ഒരു വേറെ രീതിയിലാണ്, ഞങ്ങൾ തല്ലടിക്കുമ്പോൾ ഭയങ്കര രീതിയിലായിരിക്കും. പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെന്റ് ഫോർട്ട് കൊച്ചി, ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെന്റ് കൊച്ചി, ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെന്റ് മലയാളീസ് ഹു ആർ സിംഗിൾ, ഹു ഹാവ് ബ്രെയിൻ, ഗോ അബ്രോഡ്, അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് അവിടെ തന്നെ സെറ്റിൽ ആണെന്ന് പറയാൻ തിരിച്ചു വന്ന് നാട്ടിൽ വന്ന് ജീവിക്കാൻ ധൈര്യം കൊടുക്കണം ആൾക്കാർക്ക്. ഈ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രശ്നമാണുള്ളത്. ഇതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഇപ്പൊ പോകുന്നത്. തീർച്ചയായും റീലിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഒരു വളരെ സക്സസ് ഉണ്ടാകട്ടെ, വിജയം ഉണ്ടാകട്ടെ, ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. എനിക്ക് വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റും? നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഐ വിൽ മിസ് യു. അപ്പോൾ ജസ്റ്റ് എൻ്റെ യൂഷ്വൽ ഞാനിവിടെ ഒനിയിലായിരുന്നു, എനിക്ക് അവർക്ക് ഒരു ചെറിയ ലിറ്റിൽ പീസ് ഓഫ് FC Boy കൊടുക്കണമെന്നുണ്ട്. So ladies and gentlemen, boys and girls, this is FC Boy live and direct right next to Mohanlal from Big Boss. And my mates, I love you. We have promises to keep and miles to go before we sleep. My love for this game runs deep. If you notice the swag and the vibe with which I talk, you can really keep dreaming of me being me. Beep, beep. All right. So, love you all. Namaste game കളിക്കൂ. I'll miss you. But yeah, I'll be outside, your brother, for life. ഞാൻ ഒരിലെ യാത്രയാക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. Thank you, Lalita. Thank you very much. One last time. Thank you. Thank you. Thank you, Lalita. തീർച്ചയായും ഒരിക്കൽ എനിക്ക് അങ്ങയുടെ സാൻഡ്വിച്ച് കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. For sure, Lalita. Thank you. Thank you so much, audience. Thank you. I love you. നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഒരാൾ കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് ആ സോഫ ഇങ്ങനെ ചെറുതായി വരികയാണ്. ഇനി 4 പേരുണ്ടായിരുന്നു. ഒന്നെണ്ണി, ഞാനൊരു ക്ലൂ തരാം. ഇതിൽ നിന്ന് ആരായിരിക്കാം എനിക്കറിയില്ല. എന്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാമെങ്കിൽ വായിച്ചെടുത്തോളൂ. Saved. 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 Evicted. ഇരിക്കാം. ഈ 4 പേരുടെ ഭാവി എന്താകും? നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാം. ഇന്ന് ഗുഡ് നൈറ്റ്. ഇന്നത്തെ പോലെ തന്നെ നാളെ വീട്ടിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും. എവിക്ഷനിലൂടെ ഇനി ആരാണ് ഈ വീട് വിട്ടു പോകുന്നത് എന്ന് കാണാം. കൂടാതെ ഈ സീസണിലെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻസിയെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. അതോടൊപ്പം അടുത്ത ആഴ്ചയിലേക്കുള്ള പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ആക്കിയ ആൾക്കാരെ ഫോർഗീവ് ചെയ്താലും സമയം എന്തെങ്കിലും ആക്കിയ ആൾക്കാരെ എനിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റാതെ ഫീലിംഗ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ചോദിക്കുന്നത്
ആവശ്യമില്ലാത്തൊരു ചോദ്യമാവും അങ്ങനെ. അല്ല, എനിക്ക്